ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അവിടെ മാമിസ് ആണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മാരത്തോണുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സേഫ് ഫുഡ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലേ, പലപ്പോഴും ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ കേടായി പോയിട്ടുണ്ടാവും. അങ്ങനെ കേടായി പോയ ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് ചില സമയത്തൊക്കെ നമുക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവാറ്. അപ്പൊ എങ്ങനെയാണ് ഫുഡ് കേടായി പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? യെസ്, ഹൗ ഡസ് ഫുഡ് ഗെറ്റ് ഡീക്കേഡ്? അപ്പൊ നിങ്ങൾക്കറിയാം, ഫുഡ് കേടാവുന്നതിന് പിന്നിൽ ആക്ട് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഏതൊക്കെ മൈക്രോ ഓർഗാനിസം? ഇറ്റ് മേ ബി ഫംഗസ് ആയിരിക്കും, അല്ലെ, ബാക്ടീരിയാസ് ആയിരിക്കും. സോ മക്കളെ നോക്കിക്കേ, ഫുഡ് ഗെറ്റ് ഡീക്കേഡ് മെയിൻലി ഡ്യൂ ടു ദ ഡീകമ്പോസിഷൻ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ, ഫംഗസ് എക്സെട്ര. മോസ്റ്റ് ഓർഗാനിസംസ് ആർ ജനറലി ഡിസ്ട്രോയിഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അതായത് ഒരുപാട് ചൂടാക്കുമ്പോഴോ ഒരുപാട് താഴ്ന്ന ടെമ്പറേച്ചറിലോ ഈ മൈക്രോ ഓർഗാനിസംസിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിന് ഇഷ്ടപ്പെട്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ്. എന്താ വാക്ക്? ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതിന് മുകളിലോട്ടോ താഴോട്ടേക്കോ പോകുന്ന സമയത്ത് ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. അറ്റ് വെരി ലോ ടെമ്പറേച്ചർ ദ മൈക്രോ ഓർഗാനിസം ബിക്കം ഇനാക്റ്റീവ്. അപ്പൊ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്തായി പോകും? ഇനാക്റ്റീവ് ആയി പോകും, അല്ലെ? എന്തായി പോകും? ഇനാക്റ്റീവ് ആയി പോകും. അതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് രണ്ട് സെക്ഷൻസ് ഉണ്ട്, അല്ലെ? ഒന്ന് ഫ്രീസർ ആണ്, ഒന്ന് നമ്മൾ നോർമലി വെക്കുന്ന സ്ഥലമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും കേടുകൂടാൻ സാധ്യതയുള്ള സാധനങ്ങൾ എപ്പോഴും ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നത്? മിക്കപ്പോഴും, അല്ലെ, മീറ്റൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുക ചിലപ്പോൾ ഫ്രീസറിലായിരിക്കും. ഫ്രീസ് ചെയ്ത് അങ്ങ് സൂക്ഷിക്കും. കാരണം എന്താ? ഫ്രീസിങ്ങിൽ എത്തുമ്പോൾ, അല്ലെ, മൈക്രോ ഓർഗാനിസംസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കമ്പയർഡ് ടു മറ്റ് ഏരിയാസ്, അല്ലെ? അപ്പോൾ ഈ ഫ്രിഡ്ജിലുള്ള ഈ ഒരു കണ്ടീഷനെ കുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് നല്ല തണുപ്പുള്ള സമയത്ത് ഈ മൈക്രോ ഓർഗാനിസത്തിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തരത്തില് കേടുകൂടാതിരിക്കാൻ താഴ്ന്ന ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.